ഹായ്, ഐ ആം നിരഞ്ജൻ മേനോൻ. എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. കുട്ടികളെല്ലാം അവനെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. നിരഞ്ജൻ അപ്പോഴാണ് ഡെസ്കിൽ തലവെച്ച് കിടക്കുന്ന പാറുവിനെ കണ്ടത്. അവൻ നടന്ന് അവരുടെ ബെഞ്ചിന്റെ അടുത്തേക്ക് വന്നു. എന്താ, വാട്ട് ഹാപ്പൻ, വയ്യേ? പാറുവിന്റെ അടുത്തിരിക്കുന്ന അച്ചുവിനോട് ചോദിച്ചു. അവൾക്കൊരു തലവേദന സാർ, അപ്പൊ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി. ആണോ? എന്നാ വീട്ടിൽ പൊയ്ക്കൂടായിരുന്നോ? അവളുടെ ഏട്ടൻ വരും. പാറുവിനെ നോക്കിക്കൊണ്ട് നിരഞ്ജൻ പോയി. കൈകൊണ്ട് മുഖം മറച്ചിരുന്നതിനാൽ അവളുടെ മുഖം അവൻ കണ്ടിരുന്നില്ല. നിരഞ്ജൻ മുന്നിലേക്ക് പോയി എല്ലാവരെയും പരിചയപ്പെടാൻ തുടങ്ങി. നിമ്മിക്കുള്ളിലെ കോഴി അവന്റെ ചോര ഊറ്റിയെടുക്കാൻ തുടങ്ങിയിരുന്നു. ഹെജ്ജാതി നോട്ടം. എല്ലാവരെയും പരിചയപ്പെട്ടു. ഇന്ന് തന്നെ ഞാൻ തുടങ്ങുന്നില്ല, നാളെ അടിപൊളിയായിട്ട് തുടങ്ങാം. എന്തു പറയുന്നു? മതി, ഓക്കെ. എല്ലാവരും ഒരുപോലെ പറഞ്ഞപ്പോ നിരഞ്ജൻ ചിരിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പെട്ടെന്ന് തന്നെ പെൺകുട്ടികളുടെ സൈഡിൽ നിന്ന് വേറൊരു കോഴി എണീറ്റു. സാർ മാരീഡ് ആണോ? അവളുടെ ചോദ്യം കേട്ടപ്പോ എല്ലാവരും ചിരിച്ചു. നിരഞ്ജനും. എല്ലാവരുടെ മുഖത്തും അറിയാനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു. നിമ്മി രണ്ട് കണ്ണും തുറപ്പിച്ചു നോക്കുന്നുണ്ട്. ആ, മാരീഡാണ്. വൈഫ് അശ്വതി, പഠിക്കുവാണ്, MBA. പാവം, എല്ലാവരുടെ കോഴികളും കൂട്ടിക്കയറി. ഞാൻ പോണ് എന്നും പറഞ്ഞുകൊണ്ട് നിമ്മിയുടെ കോഴി അവൾക്കൊരു കൊത്തും കൊടുത്തുകൊണ്ട് പോയി. ക്ലാസ് കഴിഞ്ഞ് പതിവ് പോലെ പാറുവിനെ കൂട്ടാൻ ജിത്തുവിന്റെ കൂടെ സച്ചിയും ഉണ്ടായിരുന്നു. ശിവയുടെ കൂടെ ഇരിക്കുന്ന പാറുവിനെ കണ്ടപ്പോൾ അവർ രണ്ടുപേര് അവരുടെ അടുത്തേക്ക് ചെന്നു. ജിത്തുവിനെ കണ്ടതും പ്രിയയുടെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു. നിറഞ്ഞ ചിരിയോടെ വരുന്ന അവനെ പ്രിയ കണ്ണെടുക്കാതെ നോക്കി നിന്നു. പാറുവിന്റെ മുഖത്തെ തെളിച്ചമില്ലായ്മ കണ്ടപ്പോൾ സച്ചിയും ജിത്തും സംശയത്തോടെ ശിവയെ നോക്കി. അവരുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ ശിവ പാറുവിനെ പ്രിയയുടെ അടുത്തിരുത്തി സച്ചിയെയും ജിത്തുവിനെയും കൊണ്ട് മാറി നിന്നു. എന്താ നന്ദു, അവൾക്കൊരു വിഷമം പോലെ? സംശയദൃഷ്ടിയോടെ സച്ചി അവനോട് ചോദിച്ചു. അതേട്ടാ, എന്താടാ, പറ, എന്താണേലും പറ. അവനൊന്നും മടിച്ചപ്പോ ജിത്തു അവന്റെ ചുമലിൽ കൈവച്ച് അവനോട് ചോദിച്ചു. ശിവ അവരോട് നടന്നതെല്ലാം പറഞ്ഞു. പേടി ഇപ്പോഴും മാറിയിട്ടില്ലെന്ന്. കാര്യങ്ങൾ കേട്ടതും സച്ചിയുടെയും ജിത്തുവിന്റെ മുഖത്ത് ഒരുപോലെ ദേഷ്യം നിറഞ്ഞു. ഏത് മറ്റവനാടാ അത്? അറിയില്ലേട്ടാ, അവനെ കയ്യിൽ കിട്ടിയ വിടരുത്. അവനെ ഒന്ന് നുള്ളി നോവിക്കാത്ത ഞങ്ങളുടെ കുഞ്ഞിനെയാണവൻ. രണ്ടുപേർക്കും കലി അടങ്ങുന്നുണ്ടായിരുന്നില്ല. അവരെ പോലെ തന്നെ ശിവയ്ക്കും. ഇല്ലേട്ടാ, എന്റെ ഷീയുടെ നേർക്ക് പൊന്തി അവന്റെ കൈ ഇനി ഉയരില്ല. അവൻ ഏത് മറ്റവനായാലും അവനെ കൈ കിട്ടിയ ശിവതാണ്ഡവം ആടും ഞാൻ. ശിവയുടെ കണ്ണുകളിലെ ഭാവം സച്ചിയുടെയും ജിത്തുവിന്റെയും ഉള്ളിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കി. നിങ്ങൾ പൊയ്ക്കോ, അവളെ ഒന്ന് ശ്രദ്ധിക്കണേ. ശരിയല്ലേ, സൂക്ഷിക്കണം. ആരോ നിങ്ങളുടെ ചുറ്റുമുണ്ട്. പാറുവിനെ തനിച്ച് എവിടെയും വിടരുത്. ഇനിയും ചിലപ്പോ ഇതുപോലെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സച്ചി പറഞ്ഞപ്പോ ജിത്തു അത് ശരിയെന്ന പോലെ സമ്മതിച്ചു. ഈ ശിവ ഉള്ളിടത്തോളം പാറുവിന് ഒന്നും സംഭവിക്കില്ല. വല്ലാത്തൊരു ധൈര്യമായിരുന്നു അവന്റെ വാക്കുകൾക്ക്. ചിരിച്ചുകൊണ്ട് അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പാറുവിനെയും കൂട്ടി ജിത്തുവും സച്ചുവും പോയി. അവർ പോകുന്നത് നോക്കി ശിവ നിന്നു. ആരാണ് പാറുവിനെ അപായപ്പെടുത്തിയത് എന്ന ചോദ്യത്തിന് ഉത്തരം ആലോചിച്ചുകൊണ്ട് ശിവയും കൂട്ടരും കോളേജിലൂടെ നടക്കുമ്പോഴാണ് പ്രിയയുടെ മുന്നിലേക്ക് ജീന വന്ന് നിന്നത്. അവരെല്ലാം അവളെ നോക്കി. സീനിയേഴ്സിന്റെ വഴി തടയുന്ന ജൂനിയർ. കൊള്ളാം, പെണ്ണു കുറെ വാങ്ങി കൂട്ടും. എന്താ? പ്രിയ ചോദിച്ചപ്പോ ജീന അവളെ ഒന്ന് രൂക്ഷമായി നോക്കി. എന്താടി? അവളുടെ നോട്ടം കണ്ടപ്പോ ശിവ ചോദിച്ചു. ഞാൻ ചേട്ടനോട് വല്ലതും പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് ഇവളോടാണ്. പ്രിയയെ ചൂണ്ടി ജീന പറഞ്ഞു. അവളുടെ സംസാരം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഡി, നീ സീനിയേഴ്സിനോടാണ് കളിക്കുന്നതെന്ന് ഓർമ്മ വേണം. അജു അവളുടെ നേർക്ക് ചെന്ന് പറഞ്ഞു. അജുവിനെ തള്ളി മാറ്റി അവൾ പ്രിയയുടെ അടുത്തേക്ക് പോയി. പെട്ടെന്നായതുകൊണ്ട് അജു പിന്നിലേക്കാണ്. ശിവയ്ക്കത് കണ്ടപ്പോ കലി അടക്കാനായില്ല. ഡി എന്ന് വിളിച്ചുകൊണ്ട് അവളുടെ നേർക്ക് ചെന്ന അവനെ എല്ലാവരും കൂടി പിടിച്ചു മാറ്റി. ഞാൻ ഈ ചേച്ചിയോടൊന്ന് സംസാരിച്ചിട്ട് പൊക്കോളാം ചേട്ടാ, പ്രശ്നം ഉണ്ടാക്കല്ലേ. എന്നാ നീ പറഞ്ഞു തൊലക്കി. ചീന പ്രിയയുടെ നേർക്ക് നിന്നു. അതെ ചേച്ചിയെ, എന്താടി? ചേച്ചി ശ്രീജിത്തിനെ അങ്ങ് മറന്നേക്ക്. അത് പറയാൻ നീ ആരാ? ആ, ഞാൻ പറയട്ടെ, ഇടയിൽ കയറാതെ. പ്രിയ അവളെ ഒന്ന് നോക്കി. ശിവയാണെ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി നിപ്പുണ്ട്. കൊച്ചിന്റെ എല്ലെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ശ്രീജിത്ത്, അങ്ങനെ ഞാൻ നോട്ടമിട്ടതാണ്. ഞാൻ നോക്കി വെച്ചതിനെ വേറെ ആരും നോക്കുന്നതും എടുക്കുന്നതും ഇഷ്ടമല്ല. ഇനി അഥവാ എനിക്ക് കിട്ടാതെ ചേച്ചിക്ക് കിട്ടിയാൽ ഞാനങ്ങ് കൊന്നുകളെ. ശ്രീജിത്തിനെ മാത്രമല്ല, നിന്നെ എനിക്ക് കിട്ടാത്തത് ആർക്കും വേണ്ട. അപ്പൊ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കേണ്ട. ചേച്ചിയായി ഒഴിഞ്ഞുപോ. അവൾ പറഞ്ഞു തീരും മുന്നേ കാരണം പുകച്ചൊരടിയായിരുന്നു അതിനുള്ള മറുപടി. അടിയുടെ ശബ്ദം കേട്ടപ്പോൾ അവിടെ കൂടിയവർ പോലും കവളി കൈവച്ചു. മാരകം. സ്വബോധം വീണ്ടെടുത്ത ശിവ നോക്കുമ്പോൾ കവളി കൈവച്ച് നിൽക്കുന്ന ജീനയാണ് കണ്ടത്. അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞ ഭയത്തിന്റെ ഉറവിടം തേടി അവന്റെ കണ്ണുകൾ നീങ്ങിയപ്പോൾ എത്തി നിന്നത് പാറുവിലും. രൗദ്രഭാവത്തിൽ നിൽക്കുന്ന പാറുവിനെയാണ് അവിടെ കണ്ടത്. ദേഷ്യം കൊണ്ട് അവളുടെ കണ്ണുകൾക്ക് ചുവപ്പ് നിറം വന്നിരുന്നു. മുഖവും ചുവന്നിരുന്നു.
പരത്തിയിട്ട അവളുടെ മുടിയിഴകൾ ഇളം കാറ്റി പാറിപ്പറന്ന് നടക്കുമ്പോഴും അവളുടെ ശ്രീഭദ്രയ്ക്ക് മാറ്റം ഉണ്ടായിരുന്നില്ല. അവളുടെ നോട്ടം മുഴുവൻ ജീനയിലായിരുന്നു. പാറുവിന്റെ ഭാവം എല്ലാവരെയും ഭയപ്പെടുത്തി. ശിവയ്ക്ക് പോലും അവളെ തടയാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ശിവ പാറുവിന് പുറകിലുള്ള അവളുടെ വാലുകളെ നോക്കിയപ്പോൾ അവരൊന്ന് ഇളിച്ചു കാണിച്ചു. പറ്റിപ്പോയി, ഇനി ആവർത്തിക്കില്ല എന്നൊരപേക്ഷയായിരുന്നു അത്. പാറു ഒരു കാറ്റ് പോലെ ജീനയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കഴുത്തിനെ പിടിച്ച് ചുമലിനോട് ചേർത്തു. പാറുവിന്റെ പെട്ടെന്നുള്ള പ്രവൃത്തി എല്ലാവരും പകച്ചു. ശിവ അവളെ തടയാൻ അവളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ രൂക്ഷമായൊരു നോട്ടം അവനെ നോക്കി. അതോടെ ചെക്കൻ ഫ്ലാറ്റ്. പാറു പിടിച്ചതിന്റെ ശക്തി ജീന നിലത്തുനിന്ന് ഉയർന്നു. ശ്വാസം കിട്ടാതെ പിടയുമ്പോഴും പാറുവിന്റെ കണ്ണുകളിലെ തീവ്രത അവളെ ഭയം കൂട്ടിയിരുന്നു. ഒന്ന് എതിർക്കാൻ പോലും കഴിയാതെ അവൾ പാറുവിന്റെ കൈ കിടന്ന് പിടഞ്ഞു. ഡി, നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ വേണ്ട വേണ്ടാന്ന്, എന്നിട്ട് നീ. അവളുടെ പിടി ഒന്നുകൂടെ മുറുകിയപ്പോ ജീനയുടെ കൈകാലുകൾ പിടയ്ക്കാൻ തുടങ്ങി. പാറുവിനെ ഇനിയും പിടിച്ചു മാറ്റിയില്ലെങ്കിൽ അപകടത്തിൽ അവസാനിക്കുമെന്ന് മനസ്സിലാക്കിയ ശിവയും കൂട്ടരും പാറുവിനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. നീ ഓർത്തോ, കിട്ടില്ല നിനക്ക് എന്റെ ഏട്ടനെ. നിന്റെ ലാസ്റ്റ് വാണിംഗ് ആണിത്. ഇനി ഒരു പ്രാവശ്യം കൂടെ നീ തുനിഞ്ഞിറങ്ങിയ തീർക്കുന്നതിനെ ഞാൻ. പറയുന്നത് ശ്രീപാർവതിയല്ല, സർവ്വതും ചുട്ടുചാമ്പലാക്കാൻ കഴിയുന്ന ശ്രീഭദ്രയാണ്, ഓർത്തോ. അവളുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പാറു പോയി. കൂടെ ബാക്കിയുള്ളവരും. ജീന കിതച്ചുകൊണ്ട് നിലത്തിരുന്നു. അവിടെ നിന്ന് പാറു നേരെ പോയത് ക്യാൻറ്റീനിലേക്കാണ്. അവളുടെ ദേഷ്യം മാറുന്നവരെ ആരും അവളുടെ അടുത്ത് പോയില്ല, ശിവ പോലും. നിങ്ങൾ എന്നാലും കറക്റ്റായിട്ട് എങ്ങനെ അവിടെ എത്തി? കുറച്ച് മാറിയിരിക്കുന്ന പാറുവിനെ നോക്കിക്കൊണ്ട് ശിവ ബാക്കിയുള്ളവരോട് ചോദിച്ചു. അത് അവൾക്ക് നന്ദുവേട്ടനെ കാണണമെന്ന് പറഞ്ഞപ്പോ വന്നതാണ്. അതിങ്ങനെയായി. താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ആദ്യം പറഞ്ഞപ്പോ എല്ലാവരും ചിരിച്ചു. ദേഷ്യം അടങ്ങിയപ്പോ പാറു അവളുടെ അടുത്തേക്ക് വന്നു. ശിവയുടെ അടുത്തിരുന്നു. ശിവ അവളെ മൈൻഡ് ചെയ്തില്ല. പാറു അവനെ തോണ്ടി. എവിടെന്ന്? നോ മൈൻഡ്. പാറു എല്ലാവരെയും മാറി മാറി നോക്കി. അവരെല്ലാം പാറുവിനെ നൈസായി തേച്ചു. നീ തന്നെ ഏറ്റെടുത്തു എന്നൊരു ടോണായിരുന്നു അതിന്. ശിവേട്ടാ, പാറു അവനെ വിളിച്ചു. അവൻ അപ്പോഴും അവളെ നോക്കാതെ അഭിയുടെ ചന്തം നോക്കി ഇരിക്കുമായിരുന്നു. ശിവേട്ടാ, പാറു പിന്നെയും വിളിച്ചു. അവന്റെ കയ്യിൽ അവളുടെ കൈ കോർത്തപ്പോൾ അവനത് തട്ടി മാറ്റി. സ്വാഭാവികം. ശിവേട്ട സോറി. അവൾ പിന്നെ അവനോട് പറഞ്ഞപ്പോ അവൻ അവളെ നോക്കി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ദേഷ്യപ്പെടരുതെന്ന്? ഓ, അലറലോടലറ. തല താഴ്ത്തിക്കൊണ്ട് പാറു മൂളി. എന്നിട്ടിപ്പൊ നടന്നതെന്താ? അത് എന്റെ ഏട്ടനെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോ സഹിച്ചില്ല ശിവേട്ടാ. എനിക്ക് എന്ത് വേണേലും ആയിക്കോട്ടെ, എന്റെ ഏട്ടൻ. അവളുടെ വാക്കുകൾ ഇടറിയപ്പോൾ അവനും വല്ലാതായി. അവൻ അവളെ ചേർത്ത് പിടിച്ചു. സങ്കടപ്പെടാനല്ല മോളെ, എനിക്ക് ദേഷ്യം വന്ന നിന്റെ പ്രസൻസ് മതി അത് മാറാൻ. നിനക്ക് അങ്ങനെയാണോ? നീ ഒന്ന് ഓർത്തു നോക്കി. ആ പെണ്ണിന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? നിന്റെ ദേഷ്യം പെട്ടെന്നൊന്നും അടങ്ങാത്തത് കൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ. നീ എന്റെ ജീവനല്ലേ പെണ്ണെ. നിന്റെ ഏട്ടൻ എന്റെ ഏട്ടനും അല്ലേ. അങ്ങനെ അവള് പറഞ്ഞു എന്ന് വെച്ച് നമ്മുടെ ഏട്ടനെ കൊല്ലുവോ? അതിന് ശിവനും പാർവതി സമ്മതിക്കുവോ? അവന്റെ വാക്കുകൾ കേട്ടപ്പോ അവളിലെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇത്രയൊക്കെ ഇന്ന് കാണിച്ച ഇവളാണ് ഇന്നലെ ആരോ ഒരുത്തർ ഒരു ക്ലാസ്സിലേക്ക് വലിച്ചിട്ടതിന് ഷോ കാണിച്ച്. അവളെ നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ട് ദീപു പറഞ്ഞു. നീ പോടാ, അത് പെട്ടെന്ന് അങ്ങനെ അതിന്റെ ഷോക്കായിരുന്നു, അല്ലാതെ പേടിച്ചിട്ടല്ല. ഹൂവ്. അവർ വീണ്ടും സംസാരിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ടൊരു കുട്ടി വന്നത്. ശ്രീപാർവതി പ്രിൻസിപ്പൽ വിളിക്കുന്നുണ്ട്. മാറുവും കൂട്ടരും പരസ്പരം നോക്കിക്കൊണ്ട് ആ കുട്ടിയുടെ പുറകെ പോയി. ഓഫീസിന്റെ പുറത്ത് ജീനയും അവളുടെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. അവരെ കണ്ടപ്പോ അവർക്ക് കാര്യം മനസ്സിലായി. പ്യൂൺ വന്ന് അവരെ ഉള്ളിലേക്ക് വിളിച്ചു. പാറുവിന്റെ കൂടെ ശിവയും കയറി. ഓഫീസിൽ കയറിയ പാറുവിനെ പ്രിൻസി ഒന്ന് നോക്കി. ശ്രീപാർവതിയല്ലേ? ആ സർ. താൻ ഏതാ ക്ലാസ്? സെക്കൻഡ് സെമസ്റ്റർ സിവിൽ. ഓ, നിരഞ്ജന്റെ ക്ലാസ് ആണല്ലോ. നിരഞ്ജൻ. മുന്നിലിരിക്കുന്ന നിരഞ്ജനെ നോക്കി പറഞ്ഞപ്പോ നിരഞ്ജൻ തല ഉയർത്തി പാറുവിനെ നോക്കി. പാറുവിനെ കണ്ട നിരഞ്ജന്റെ കണ്ണുകൾ വിടർന്നു. പാറുവിലും പുഞ്ചിരി വിരിഞ്ഞു. ഇത് കണ്ട ശിവയുടെ ഉള്ളിൽ നുരഞ്ഞു പൊന്തിയത് കുശുമ്പാണ്. അത് നിരഞ്ജൻ അവന്റെ കണ്ണുകളിൽ കണ്ടു. പ്രിൻസിപ്പൽ ജീനയുടെ നേർക്ക് തിരിഞ്ഞു. താൻ ഒരു കംപ്ലൈന്റ് എഴുതി തായോ, നമുക്ക് ആക്ഷൻ എടുക്കാം. സർ, ഈ പ്രാവശ്യം ഒന്ന് ക്ഷമിച്ചൂടെ? ശിവ അത് പറഞ്ഞപ്പോ പ്രിൻസി അവനെ ഒന്ന് ഇരുത്തി നോക്കി. ആരായി പറയുന്നേ എന്ന പോലെ. അത് കണ്ട് ശിവ തലചൊറിഞ്ഞു. ക്ഷമിക്കാൻ പറ്റില്ല, എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ഈ കുട്ടിക്ക്? ജീനയെ ചൂണ്ടി പാറുവിനെ നോക്കി പറഞ്ഞു. ജീന, താൻ കംപ്ലൈന്റ് തായോ? അത് പറഞ്ഞപ്പോ ജീന പാറുവിനെ നോക്കി. നിനക്ക് കംപ്ലൈന്റ് ഉണ്ടോടി? പെട്ടെന്ന് പാറുവോളെ നോക്കി ചോദിച്ചപ്പോ എല്ലാവരും ഞെട്ടി. പ്രിൻസിയുടെ കണ്ണൊക്കെ തുറിച്ചിട്ടുണ്ട്. ശിവ പാറുവിന്റെ കൈകളിൽ പിടിമുറുക്കി. ശ്രീ എന്ന് പതിയെ വിളിച്ചു. ഇല്ല, കംപ്ലൈന്റ് ഇല്ല. പെട്ടെന്ന് ജീന പറഞ്ഞപ്പോ പ്രിൻസി വായും പൊളിച്ച് അവളെ നോക്കി. അപ്പൊ പോട്ടെ സാർ? പാറു പ്രിൻസിയുടെ മുഖത്ത് നോക്കി ചോദിച്ചതും അയാൾ യാന്ത്രികമായി തലയാട്ടി. പാവം സാർ. പാറുവും ശിവയും പുറത്തിറങ്ങി. അവരുടെ കൂടെ നിരഞ്ജനും. പാറു. പുറത്തിറങ്ങിയ പാറുവിനെ നിരഞ്ജൻ വിളിച്ചു. രഞ്ജുവേട്ടാ എന്നും വിളിച്ചോണ്ട് പാറു അവന്റെ അടുത്തേക്ക് ഓടിയതും അബിയുടെ കൈകളിൽ ശിവയുടെ പിടിമുറുകി. കൂട്ടുകാരെല്ലാം അന്തം വിട്ട് നോക്കുന്നുണ്ട്. പാറു രഞ്ജുവിനോട് ചിരിച്ച് സംസാരിക്കുന്നുണ്ട്. ശിവയാണ് പല്ലെറിഞ്ഞ് നോക്കുന്നുമുണ്ട്. പാറു
നിരഞ്ജനുമായി അവളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നു. ഇത് നിരഞ്ജൻ, രഞ്ജുവേട്ടൻ, നമ്മുടെ സാറാണ്. നിരഞ്ജനെ അവർക്ക് പരിചയപ്പെടുത്തിയപ്പോൾ എല്ലാവരും അവനെ വിഷ് ചെയ്തു. സാറും പാറുവും തമ്മിലുള്ള ബന്ധം എങ്ങനെ? ദീപു ചോദിച്ചു. ഞങ്ങളൊരു ആസിഡ് ബന്ധം അല്ലേ ഏട്ടാ? നിരഞ്ജനെ നോക്കി പാറു ചോദിച്ചപ്പോ നിരഞ്ജൻ ചിരിച്ചു. എല്ലാവരും അവരെ തന്നെ നോക്കി. അതെന്ത് ബന്ധവാ? അതോ +1 വെക്കേഷന് അമ്മ വീട്ടിൽ പോയി വരുമ്പോ ഒരു ചേട്ടൻ ഒരു ചേച്ചിയോട് സംസാരിക്കുന്ന കണ്ടു. ചേട്ടൻ നല്ല ദേഷ്യത്തിലായിരുന്നു. ആ ചേച്ചിയാണെ പേടിച്ചിട്ട് കരയുന്നൊക്കെ ഉണ്ട്. ചേട്ടന്റെ കയ്യിലെ പൂ കണ്ടപ്പോ മനസ്സിലായി പ്രൊപ്പോസൽ സീനാണെന്ന്. ആ ചേച്ചി ഒരു തരത്തിൽ അടുക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ബൈക്കിൽ ഒരുത്തം വന്ന് ചേട്ടന്റെ കയ്യിലൊരു ബോട്ടിൽ കൊടുത്തു. ചേട്ടൻ ചേച്ചിയെ നോക്കി കുപ്പി തുറന്നത് ഞാൻ പോയി ആ ചേട്ടന്റെ കൈ പിടിച്ചു. അത് ആസിഡായിരുന്നു. ഏട്ടനോട് ചോദിച്ചപ്പോ പറയുവാണ്, ഞാൻ 3 വർഷം അവളുടെ പുറകെ നടക്കുന്നു. അവളൊന്ന് തുറന്ന് പറയണ്ടേ? ടൈം പാസ് ആയിട്ടല്ല, ആത്മാർത്ഥമായാണ് ഞാൻ സ്നേഹിക്കുന്നത്. അവളത് മനസ്സിലാക്കുന്നില്ല. ചേട്ടന്റെ സ്നേഹം ആത്മാർത്ഥമല്ല. അതെ, അങ്ങനെയാണ് ഇപ്പൊ ഈ ആസിഡ് കൊണ്ടുവരില്ലായിരുന്നു. ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾക്കും അവന്റെ പെണ്ണിനെ വേദനിപ്പിക്കാൻ കഴിയില്ല ചേട്ടാ. ഞാൻ അത് പറഞ്ഞപ്പോ ചേട്ടന്റെ കയ്യിൽ നിന്നും ആസിഡ് താഴെ വീണു. ആ ചേച്ചിയോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ചേച്ചിക്കും ഇഷ്ടമാണെന്ന്. അച്ഛനെ പേടിച്ചിട്ടാണ് പറയാത്തതെന്ന്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അച്ഛനും അമ്മയും ഏട്ടനും ഒക്കെ വന്നു കാര്യങ്ങൾ അറിഞ്ഞു. ആ ചേട്ടന്റെ സ്നേഹം സത്യമാണെന്ന് തോന്നിയത് കൊണ്ട് ചേച്ചിയുടെ വീട്ടിൽ പോയി കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഇപ്പൊ ആ ചേട്ടൻ എനിക്ക് ഏട്ടനാണ്. ചേട്ടന്റെ വീട്ടുകാരും എന്റെ വീട്ടുകാരും നല്ല ക്ലോസ് ആണ്. അല്ല പാറു, ഇത് സാറെവിടെ? ഓട്ടാ, ആ ചേട്ടനാണ് ഈ നിൽക്കുന്ന സാർ. ആ ചേച്ചി സാറിന്റെ ഭാര്യ അശ്വതി. കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോ എല്ലാവരും നിരഞ്ജനോട് കൂട്ടായി. നീങ്ങ വന്നേ. നിരഞ്ജൻ ശിവയെ വിളിച്ചപ്പോ അവനൊന്ന് സംശയിച്ചു. അവന്റെ അടുത്തേക്ക് ചെന്നു. നിനക്ക് ഇവളെ ഇഷ്ടമാണല്ലേ? നിരഞ്ജൻ പെട്ടെന്ന് ചോദിച്ചപ്പോ എല്ലാവരും ഞെട്ടി. എങ്ങനെ മനസ്സിലായി? നിന്റെ കണ്ണിലെ കുശുമ്പ് കണ്ടപ്പോ. നിരഞ്ജൻ പറഞ്ഞപ്പോ ശിവ ആകെ ചമ്മി. എല്ലാവരും അവനെ കളിയാക്കി. ഇവൾ എന്റെ അനിയത്തിക്കുട്ടിയാണ്. പാറുവിനെ ചേർത്ത് നിർത്തി രഞ്ജു പറഞ്ഞു. നിനക്ക് തലമൂത്തൊരു ഏട്ടനായി ഞാനുണ്ടാവും. നിന്റെ വലിയേട്ടനായി വിളിച്ച വെളിപ്പുറത്തുണ്ടാവും. മറുകൈയിൽ ശിവയും ചേർത്ത് നിർത്തി പറയുമ്പോ പുതിയൊരു കൂടപ്പിറപ്പിനെ കിട്ടിയ സന്തോഷമായിരുന്നു രണ്ടുപേരില്. അച്ഛാ, ഈ ജിത്തേട്ടനെ പെട്ടെന്ന് കെട്ടിക്കണം. വീട്ടിൽ കയറിയത് പാറു അലറി. ഇവൾക്കിതെന്തു പറ്റി എന്ന് നോക്കുമായിരുന്നു എല്ലാവരും. എന്നാ വാ, ഇപ്പൊ പോവാം. അവളുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ജിത്തു പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു. എന്താ പാറു? അവളുടെ അടുത്തേക്ക് വന്ന് മഹാദേവൻ ചോദിച്ചു. പാറു എല്ലാവരെയും മാറി മാറി നോക്കി. ഒന്നുമില്ല. ചവിട്ടി തുള്ളി പാറു മുറിയിലേക്ക് പോയി. ഈ പെണ്ണിന് ഇതെന്താ? ദേവിക അവള് പോയ വഴിയെ നോക്കിക്കൊണ്ട് ആരോടെന്നില്ലാതെ പറഞ്ഞു. ചിത്തുവും സച്ചിൻ പാറുവിന്റെ പുറകെ അവളുടെ മുറിയിലേക്ക് പോയി. മുറിയിൽ ചെന്നപ്പോ പാറു 2 കൈകൊണ്ട് തല താങ്ങിയിരിക്കുന്നതാണ് കണ്ടത്. അവളുടെ മനസ്സ് മുഴുവൻ ജീന പറഞ്ഞ കാര്യങ്ങളായിരുന്നു. പാറുവിന്റെ ആയിരിപ്പ് അത്ര പന്തിയല്ല എന്ന് തോന്നിയ ചിത്തുവും സച്ചിൻ അവളുടെ ഇരുവശങ്ങളിലും ചെന്നിരുന്നു. പാറു. തല ഉയർത്താതെ പാറു മൂളി. നീ നോക്കി, എന്നിട്ട് പ്രശ്നം എന്താണെന്ന് പറയും. അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് സച്ചി പറഞ്ഞു. അതേട്ടാ. അവൾ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും താഴെ നിന്ന് ദൈവം വിളിച്ചു. മോളെ വന്നേ, ഇതാരാന്ന് നോക്കിക്കേ. അവർ 3 പേരും താഴേക്ക് ചെന്നപ്പോ ദേവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രഞ്ജുവിനെയാണ് കണ്ടത്. രഞ്ജ എന്ന് വിളിച്ചുകൊണ്ട് ചിത്തുവും സച്ചിയും അവനെ കെട്ടിപ്പിടിച്ചു. നീ എന്താ പാറു ഇങ്ങനെ നിൽക്കുന്നേ? ഞങ്ങൾ നേരത്തെ കണ്ടതാ അല്ലേ ഏട്ടാ? അതിപ്പോ. എല്ലാവരും പരസ്പരം നോക്കി. അത് കണ്ട് പാറുവും നിരഞ്ജനും ചിരിച്ചു. ഞാൻ ഇവളുടെ കോളേജിലാണ് ഇന്ന് ജോയിൻ ചെയ്ത അങ്കിളെ. ആഹാ. വീണ്ടും അവർ നിരഞ്ജന്റെ വിശേഷങ്ങളിലേക്ക് പോയി. പാറു, ഇനി ഇങ്ങനൊന്നും ഉണ്ടാവരുത് കേട്ടോ കോളേജിൽ. നിരഞ്ജൻ പറഞ്ഞപ്പോ എല്ലാവരും പാറുവിനെ നോക്കി. എന്താടാ? അവന്റെ അടുത്ത് വന്നിരുന്നുകൊണ്ട് സച്ചിയും ജിത്തുവും ചോദിച്ചു. നീ ഒന്നും പറഞ്ഞില്ലേ അപ്പോ? പാറുവിനെ നോക്കി നിരഞ്ജൻ ചോദിച്ചപ്പോ ഇല്ലെന്നവൾ തലയാട്ടി. കാര്യം പറയും മോനെ. ദേവികയും നിരഞ്ജനോട് പറഞ്ഞപ്പോ നിരഞ്ജൻ ഇന്ന് കോളേജിൽ ഉണ്ടായതെല്ലാം പറഞ്ഞു. ജിത്തുവിന് വേണ്ടി അവൾ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചു എന്നും പറഞ്ഞു. കാര്യങ്ങളെല്ലാം കേട്ടപ്പോ ദേവിക തലയ്ക്ക് കൈകൊടുത്തു. ദേവൻ താടിക്കും. ചിത്തുവും സച്ചി അവളെ വായും പൊളിച്ചു നോക്കിയിരുന്നു. എന്താ പാറു ഇത്? ദേവിക അവളോട് ദേഷ്യപ്പെട്ടു. എന്റെ ഏട്ടനെ അവൾ കൊല്ലുമെന്ന് പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നു. കൂളായി പാറു പറഞ്ഞു നിർത്തി. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ മോളെ? ദേവനും കൂടെ ചോദിച്ചപ്പോ അവൾക്ക് ആകെ വല്ലാണ്ടായി. സോറി. തല താഴ്ത്തി അവള് പറഞ്ഞപ്പോ എല്ലാവരും അവളെ ചേർത്ത് പിടിച്ചു. എന്റെ പെണ്ണേ, ആ പെണ്ണ് പറയുമ്പോഴേക്കും ഞാൻ അങ്ങ് മരിക്കുവോ? എന്നെ അവള് കൊല്ലണമെങ്കിൽ ആദ്യം എന്റെ പാറുവിനെ തോൽപ്പിക്കണ്ടേ? അവളുടെ മോക്കെ പിടിച്ചു വലിച്ചുകൊണ്ട് ചിത്തു പറഞ്ഞപ്പോ എല്ലാവരും ചിരിച്ചു. അല്ല, എന്താ നിന്റെ ഏട്ടത്തിയുടെ പേര്? ചിത്തുവിനെ നോക്കിക്കൊണ്ട് സച്ചി ചോദിച്ചു. പ്രിയ. അവളെ കാണണമല്ലോ. നാളെ കാണാം. നിരഞ്ജനും കൂടെ കൂടിയത് കൊണ്ട് 3 ഏട്ടന്മാരും അവളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചു. ശിവയെ പറ്റിയുള്ള കാര്യങ്ങൾ നിരഞ്ജൻ പാറുവിനോട് ചോദിച്ചറിഞ്ഞു. പിറ്റേന്ന് ജിത്തു കാർ കൊണ്ടുപോയി നിർത്തിയത് ശിവയുടെയും കൂട്ടരുടെയും അടുത്താണ്. ഉദ്ദേശം പ്രിയ. കാറിൽ നിന്നും ജിത്തുവും സച്ചിയും കൂടെ പാറുവും ഇറങ്ങി അവരുടെ അടുത്തേക്ക് ചെന്നു.
അളിയന്മാരെ കണ്ട ശിവ അവരെ കെട്ടിപ്പിടിച്ചു. വെറും സ്നേഹം. ഏട്ടാ, ഇതാണ് പ്രിയേച്ചി. പ്രിയയുടെ അടുത്ത് പോയി നിന്നുകൊണ്ട് പാറു ജിത്തുവിനോട് പറഞ്ഞു. പ്രിയ ഒന്ന് ഞെട്ടി പാറുവിനെ നോക്കി. ജിത്തു പ്രിയയെ നോക്കി. ഒരു വേള അവരുടെ കണ്ണുകൾ ഉടക്കി. ഹായ്. പ്രിയയ്ക്ക് നേരെ കൈകൾ നീട്ടിക്കൊണ്ട് ജിത്തു പറഞ്ഞു. പ്രിയ അപ്പോഴും ജിത്തുവിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ജിത്തു അവൾക്ക് നേരെ കൈ നീട്ടിയതൊന്നും അവൾ അറിഞ്ഞില്ല. ഇത് കണ്ട ശ്വേത അവളുടെ തോളിൽ ചെറുതായൊന്ന് തട്ടി. പ്രിയ ഞെട്ടി അവളെ നോക്കി. ശ്വേത കണ്ണുകൊണ്ട് അവൻ നീട്ടിയ കൈകളിലേക്ക് നോക്കാൻ പറഞ്ഞു. പ്രിയ പതിയെ അവളുടെ കൈകൾ അവന്റെ കൈകളിലേക്ക് ചേർത്തു. ഹലോ. അവളും തിരിച്ച് വിഷ് ചെയ്തു. അപ്പൊ ഇതാണല്ലേ പാറു കണ്ടുപിടിച്ച അവളുടെ ഏട്ടത്തിയമ്മ. ജിത്തുവിന്റെ തോളിലൂടെ കൈയിട്ട് പ്രിയയെ നോക്കിക്കൊണ്ട് സച്ചി പറഞ്ഞപ്പോ പ്രിയയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അപ്പൊ ശരി, ഞങ്ങൾ പോട്ടെ. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ പോയി. പോകുന്ന പോക്കിൽ പ്രിയയെ തിരിഞ്ഞു നോക്കാനും ജിത്തു മറന്നില്ല. അവന്റെ ആ തിരിഞ്ഞു നോട്ടം, എന്റെ സാറേ, ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കൊച്ചങ്ങ് മതിമറന്ന് നിന്നുപോയി.